ദുരന്തർ 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 അങ്ങനെ ദുരന്തർ 2 റിവെഞ്ച് കണ്ടു. കിഡിലോസ്കി മേക്കിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ഇന്ത്യൻ സ്പൈ പടം എങ്ങനെ എടുക്കണം കറക്റ്റിൽ കാണിക്കുന്നുണ്ട്. ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആദിത്യ ധർണാണ്. ആൾ തന്നെയാണ് ഡയറക്ഷനും റൈറ്റിംഗ് എല്ലാം. ഈ സിനിമ ഏകദേശം 3 മണിക്കൂർ 50 മിനിറ്റ് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു പോകുമ്പോൾ നമ്മൾ അര ദിവസം പോകും, ശരിയാണ്. പക്ഷെ ആ കാണുന്ന സാധനത്തിൽ പടം ഉണ്ട്, നല്ല മേക്കിങ്ങും നല്ല ക്വാളിറ്റി, സിനിമാറ്റോഗ്രഫി പൊളി. വികേഷ് നവലാക്ക അടിപൊളിയായിരുന്നു. കാരണം വെച്ചാൽ ആ ഫ്രെയിംസും അതിന്റെ ചില സ്ലോ മോഷൻസും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പറയേണ്ട വെച്ചാൽ ഇതിലെ ബിജിഎം, അത്രയും ലോങ് സിനിമക്ക് ഈ ഒരു ബിജിഎം ആക്ച്വലി ആവശ്യമുണ്ട്. ബിജിഎം അടിപൊളി. ശശ്വത് സച്ദേവ് ടു സ്കോർ ആയിരുന്നു. ദുരന്തർ 1 പോലെ നമ്മൾ ഹനുമാൻ ഖാന്റെ കാറിലുള്ള റാപ്പ് പോലെ സാധനം ഇല്ലെങ്കിലും പടം ഒരു എൻഗേജ് ചെയ്യാൻ സംഭവം അടിപൊളിയായിരുന്നു. രൺവീർ സിംഗിനെ ഒരു സമയം വരെ ബോളിവുഡിൽ ഒരു ചോക്ലേറ്റ് ബോയ്, കാമുകൻ ആ റേഞ്ച് ചെയ്യുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരാൾ നമ്മളെ മമ്മൂട്ടി സിനിമ ബെസ്റ്റ് ആക്ടർ പറഞ്ഞില്ലേ, ആള് അവിടെ പോയി കരിവൊക്കെ ആയി തേച്ച് വരച്ച് രാംഗോപാൽ പറഞ്ഞ ടേബിൾ പോലെ ചാടി ആ ഒരു സാധനം പറയില്ല. ആ ഒരു ഫീലാണ് ചക്കൻ. അതായത് ഇന്ത്യയിൽ നിന്ന് ഒരു സ്പൈ പോയി പാകിസ്ഥാനിൽ പോയി അവിടുത്തെ ആൾക്കാരെ മനസ്സിലാക്കി ഇഞ്ചിഞ്ചായി ആ ഭാഗത്ത് തീർക്കും. ഇത് എങ്ങനെയായിരിക്കും ചെയ്തത്? ഇതൊരു ഭയങ്കര രസം തന്നെയാണ്. ഹംസയുടെ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി അടിപൊളി. ഒരു ഡ്രോബാക്ക് തോന്നിയെന്ന് വെച്ചാല് ദുരന്തർ വള്ളപ്പോൾ അക്ഷയ് ഖാന്റെ പെർഫോമൻസ് വാസ് ലൈക്ക് അതുപോലെ ഇതിൽ എടുത്തു വെക്കാൻ പറയുകയാണെങ്കിൽ അർജുൻ രാംപാൽ വാസ് ഗുഡ്, വില്ലൻസ് അടിപൊളി. പക്ഷെ എന്നാലും നമ്മൾ അക്ഷയ് ഖാന്റെ ആ ഒരു ബെഞ്ച് മാർക്ക് വെച്ചോണ്ട് അർജുൻ രാംപാലിന് താഴെ തോന്നുന്നു. പിന്നെ സഞ്ജയ് ദത്ത് വാസ് ഓക്കെ, ഫസ്റ്റ് പാർട്ട് വാസ് ഹെവി, സെക്കൻഡ് പാർട്ട് വാസ് ലൈക്ക് ഓക്കെ ആവറേജ്. ജമീൽ സാബായി ചെയ്ത ആള് ക്യാരക്ടർ ബ്യൂട്ടിഫുൾ, അടിപൊളിയായിരുന്നു. സാറ അർജുൻ ഫസ്റ്റ് പാർട്ടിൽ നല്ല കുറ്റം പറച്ചിലും ക്രിറ്റിസിസും ക്രിഞ്ച് ഒക്കെ കേട്ടു. പക്ഷെ ഈ സെക്കൻഡ് പാർട്ടിൽ ഭയങ്കര മെച്ചൂർഡ്, ആള് ടോട്ടലി മാറിപ്പോയി. അത് ശരിക്കും ഭയങ്കര ഒരു നൈസ് അനുഭവം തന്നെയായിരുന്നു. സാറ അർജുൻ അടിപൊളിയായിരുന്നു. ആസ് എ ടോട്ടലി പടം എങ്ങനെ പറയുകയാണെങ്കിൽ പടം കലക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. കിഡ്ലനാണ്. പക്ഷെ പൊളിറ്റിക്സ് ഇഷ്ടമാരി പറയുന്നുണ്ട് അവരെ പോയിന്റ് ഓഫ് വ്യൂ കുറെ കാര്യങ്ങൾ. പക്ഷെ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ രാജ്യത്തിന്റെ കാര്യം. ഇനിയിപ്പോ കേരള സ്റ്റോറി ഇതാണ് കമ്പയർ ചെയ്യണമെങ്കിൽ കേരള സ്റ്റോറി വെച്ച് നമ്മുടെ നാടിനെ കുറ്റം പറഞ്ഞ് ഇത് ട്രൂ സ്റ്റോറിയെ പറഞ്ഞ് അത് ചെയ്താണ് എല്ലാവരും കുറ്റം പറഞ്ഞത്. ഇത് വെച്ചാൽ ഓൾറെഡി അവർ പറഞ്ഞു ഫിക്ഷൻ ആണ്, ഇങ്ങനെ തെളിയിച്ചിട്ടില്ല, അങ്ങനെ കഥ ഉണ്ടോ ഇല്ല അറിയില്ല. ദിസ് ഇസ് ഫിക്ഷണൽ മെറ്റീരിയൽ. ഇതിൽ പറയാൻ വിട്ടുപോയ ക്യാരക്ടറാണ് മാധവൻ ചെയ്ത അജിത് ഡോവൽ ഇൻസ്പയർഡ് ക്യാരക്ടർ. ഈ സിനിമയുടെ ലാസ്റ്റ് ഭാഗങ്ങളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ശരിക്കും മൈനർ ഡയലോഗ്സിലുണ്ടാവും, അത് ഹെവി ആക്കിയിട്ടുണ്ട്. ഈ പടം ശരിക്കും നല്ലൊരു കിഡ്ലൻ തിയേറ്ററിൽ നല്ല അറ്റ്മോസ്ഫിയർ, നല്ല സൗണ്ട്, നല്ല സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയേ ചെയ്യില്ല, വലിയ ലാഗൊന്നുമില്ല. എന്തായാലും ദുരന്തമായി മാറിയില്ല.